കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദീനിൻ്റെ സീസൺ 5 എപ്പിസോഡ് 25 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, ഏകദേശം ഒരു 7 എപ്പിസോഡും കൂടെ കഴിഞ്ഞാൽ ദ ബിഗിനിങ് ഓഫ് ദീൻ്റെ നമ്മൾ ഒഫീഷ്യലി കോട്ടപ്പ് ആകുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ ഇതിൻ്റെ മാൻഹോ റിലീസാകാതെ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എപ്പിസോഡ്സ് ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. സോ നിങ്ങൾ എങ്ങാനും ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിനു മുമ്പിട്ട് എല്ലാ വീഡിയോസും കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ പേജ് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ കഴിഞ്ഞ ചാപ്റ്ററിന്റെ അവസാനം ആർത്തർ തന്റെ റിലം ഹാർട്ട് ഫോം യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്നിടത്ത് അവർ 4 പേരും അവരുടെ ഗാർഡ് അപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇനി എന്ത് സംഭവിക്കുന്നു നോക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങുന്നിടത്ത് നമ്മുടെ കാതലിൻ പറയുന്നുണ്ട്, മനോഹരവും അതേപോലെ തന്നെ വിസ്മയിപ്പിക്കുന്നതാണ് ആർത്തറിന്റെ ഈ ഒരു രൂപം. ആ ടൈമിൽ തന്നെ ഹെസ്റ്റർ പറയുകയും ചെയ്യും, എല്ലാവരും സ്പ്രെഡ് ചെയ്യാനായിട്ട് നോക്ക്. അടുത്ത സെക്കൻഡ് തന്നെ അവർ 4 പേരും 4 സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്ര അടുത്തുനിന്ന് ഞാൻ ഇത് കാണുന്നത്. നമ്പേഴ്സ് കൊണ്ട് അഡ്വാൻറ്റേജ് ഞങ്ങൾക്ക് തന്നെയാണ്, പക്ഷേ ഇനി അത്ര എളുപ്പമായിരിക്കത്തില്ല. ടേബിളെല്ലാം ടേൺ ചെയ്തിട്ടുണ്ട്. ഈ ഫൈറ്റ് കംപ്ലീറ്റ്ലി ഒരു മീനിങ്ലെസ് ആയുള്ള ഫൈറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാതലിൻ, നീ എന്താണ് ഈ പറയുന്നത്? നീ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നീ ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. നീ ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് അവരുടെ എല്ലാവരുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് ആർത്തർ അപ്രത്യക്ഷമായി. എന്നിട്ട് പെട്ടെന്ന് നമ്മുടെ ക്യാമസിനെ എയറിൽ നിന്നുകൊണ്ട് തന്നെ ആർത്തർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് സമയത്ത് ബഹണ്ടാട്ടെ ക്യാമസിനെ പിടിച്ച് താഴത്തേക്ക് ഇറക്കുന്നുണ്ട്. ഈ സമയത്ത് നീ ഇവിടുന്ന് സംസാരിക്കുകയല്ലേ ചെയ്യേണ്ട കാതലിൻ, നീ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവളാട്ടെ പെട്ടെന്ന് ഒരു ഐസ് ബേസ്ഡ് ഒരു ചുഴലിക്കാറ്റ് ക്രിയേറ്റ് ചെയ്യും. അടുത്ത സെക്കൻഡ് അവിടെ ഒരു വലിയൊരു സ്പിയർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആർത്തറിന്റെ നേരെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്കിന് ബാക്കപ്പ് ആയിട്ട് ക്യാമസിന്റെ എയർ ബേസ്ഡ് അറ്റാക്കും വരികയും അതായിട്ട് ആർത്തറിന്റെ തൊട്ടടുത്ത് എത്തുന്നുണ്ട്. പെട്ടെന്നായിരുന്നു എന്തോ സംഭവിക്കുന്നത്. ഇത് കണ്ടപ്പോൾ കാതലിൻ ഞെട്ടിപ്പോയി. എൻ്റെ സ്പെല്ലിന് എന്താണ് സംഭവിച്ചത്? ഈ സമയത്ത് തന്നെ അവർക്ക് 3 പേർക്കും ഉത്തരമില്ലായിരുന്നു. ക്യാമസ് തിരിഞ്ഞു നോക്കാറത്ത് അവൾ പറയുകയും ചെയ്യും, അല്ല അത് ഞാനല്ല ചെയ്തത്, എൻ്റെ സ്പെല്ല് കംപ്ലീറ്റ് ഡിസ്പേഴ്സ് ആയിപ്പോയി. പക്ഷേ എങ്ങനെ? ഈ സമയത്ത് ബഹൻ പറയുകയും ചെയ്യും, നിന്റെ ഹെയർ ഒക്കെ മാറി, സോ കാണിച്ചതാ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. തീർച്ചയായും പറഞ്ഞിട്ട് ആർത്തർ പെട്ടെന്ന് അവൻ്റെ നേരെ ചാർജ് ചെയ്ത് വന്നിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കറക്റ്റ് സമയത്ത് അവനാട്ടെ അത് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ആർത്തറാട്ടെ എല്ലാം ഡോട്ട് ചെയ്ത് ബാക്കിലേക്ക് പോകുന്നുണ്ട്. ആർത്തർ ശരിക്കും ഫാസ്റ്റ് ആണ്, ഇത്രയും അടുത്തായിട്ട് പോലും. പക്ഷേ അവനെന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവൻ നേരെ ഹെയ്സ്റ്ററിനെയാണ് അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കിയത്. പക്ഷേ എന്തിനി? കാതലിൻ, അവൻ നിന്നെ അറ്റാക്ക് ചെയ്തത് അവന് പേടിയുള്ളത് കൊണ്ടാണ്. അവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിനക്കത് താങ്ങാൻ പറ്റത്തില്ലെന്നുള്ള പേടി. ഇത് മാറി നിൽക്കേണ്ട സമയമല്ലെന്ന് പറഞ്ഞിട്ട് കാതലിൻ പെട്ടെന്ന് ഒരു ഐസ് ബേസ്ഡ് അറ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ജനറൽ വേറെയാണ് ഇതെന്നെ പഠിപ്പിച്ചു തന്നത്. എനിക്കിതിവിടെ യൂസ് ചെയ്യാൻ ഒരു ആഗ്രഹവുമില്ല. പക്ഷേ എന്നെ ഇങ്ങനെ ഒഴിവാക്കാനാണെങ്കിൽ അത് ഞാൻ യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ ഒരു അറ്റാക്കുമായിട്ട് ആ ഫൈറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലേക്ക് അവൾ റഷ് ചെയ്തുകൊണ്ട് വരും. എന്നിട്ട് കറക്റ്റ് സമയത്ത് നോക്കി ആർത്തറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആർത്തറിൻ്റെ സൈഡിൽ ചെറിയൊരു ഡാമേജ് കിട്ടുകയും അടുത്ത സെക്കൻഡ് അവൾ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ആർത്തർ പെട്ടെന്ന് അത് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. ഈ സമയത്ത് ആർത്തറിൻ്റെ ആ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്നതുകൊണ്ട് അവൻ നേരെ ബാക്കിലേക്ക് വീഴാൻ പോകും. ആ വീഴുന്ന സമയത്ത് തന്നെ കറക്റ്റ് സമയത്ത് ക്യാമസ് പുള്ളിക്കാരൻ്റെ പവേഴ്സ് യൂസ് ചെയ്ത് ഒരു ചുഴലിക്കാറ്റുണ്ടാക്കി ആർത്തറിനെ മുകളിലേക്ക് വിടുകയും അടുത്ത സെക്കൻഡിൽ തന്നെ ബഹണ്ടാട്ടെ ഒരു അറ്റാക്ക് യൂസ് ചെയ്യും. എന്നിട്ട് ആ ഒരു അറ്റാക്ക് നമ്മുടെ ഹെയ്സ്റ്ററിൻ്റെ ഫ്ലെയിംസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അവിടേക്ക് ചാടുന്നുണ്ട് ആർത്തറിനെ അറ്റാക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് മാസീവ് ഉള്ള അറ്റാക്ക് ആർത്തറിൻ്റെ മേത്ത് കൊടുക്കെ അവനായിട്ട് താഴ്ത്തു വന്ന് വീഴുന്നുണ്ട്. ഇതെല്ലാം കഴിയുന്നത് ബഹൻ പറയും ചെയ്യും, അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട്. പ്രിൻസസ് കാരണമാണ് നമുക്കിത് സാധ്യമായത്. ഇന്നത്തെ MVP അത് പ്രിൻസസ് തന്നെയാണ്. പക്ഷേ യങ് ജനറൽ ഫുൾ പവർ യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നുമില്ല. ഞാൻ എന്തായാലും കീപ്പപ്പ് ചെയ്യാനായിട്ട് നോക്കിയിരുന്നു. പക്ഷേ ഈ ഒരു ഫോമിൽ എനിക്ക് എൻ്റെ സ്റ്റീം ഫുള്ള് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആൻഡ് കാതലിൻ, നീ അങ്ങനെ അറ്റാക്ക് ചെയ്തു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നീ ഒരു ഐസ് നിഞ്ചിനെ പോലെയായിരുന്നു. എന്ത് ഐസ് നിഞ്ചയോ? ഓ ഇല്ലില്ല, ചുമ്മാ പറഞ്ഞതാ. ഞാൻ എന്തായാലും നിന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു. അതേസമയം എമിലി വഴിക്ക് വന്നിട്ട് പറയും ചെയ്യും, എല്ലാവരും ഗ്യാദർ ചെയ്യാനായിട്ട് നോക്ക്, കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എനിക്കറിയാം ഇവിടെ എല്ലാവരുടെയും ബിഗ്ഗസ്റ്റ് കൺസേൺ ആർത്തറിൻ്റെ സേഫ്റ്റി ആണെന്നാണ്. അതേപോലെ ഞങ്ങളുടെ സേഫ്റ്റി നോക്കട്ടെ, അവനും ഞങ്ങളെ കൊല്ലാനല്ലേ നോക്കുന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ അധികം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ എന്തായാലും ഒരു ഡിവൈസിൻ്റെ പുറകെയാണ്. അതൊന്ന് കറക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് പെർഫെക്റ്റ് ഉള്ള ഡിഫൻസ് മെക്കാനിസം ആയിരിക്കും. അതിൽ നിന്ന് ലീത്തൽ ബ്ലോസ് നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ഒരു ആർട്ടിഫാക്റ്റോ? അങ്ങനെയെന്നുണ്ടെങ്കിൽ നമ്മുടെ സോൾജേഴ്സിന് കൊടുക്കുന്നില്ല നല്ലത്. അതാകുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ആർട്ടിഫാക്റ്റ് ഉണ്ട്. പക്ഷേ അത് യൂസ് ചെയ്യുന്ന റെയറുള്ള ഫീനിക്സ് വേംസ് ആണ്. അത് താങ്കൾക്കറിയാലോ എന്തുമാത്രം പാഴാണെന്ന്. അതുപോലെ തന്നെ അത് നല്ല എക്സ്പെൻസീവും ആണ്. പിന്നെ ഇതൊരു ട്രെയിനിങ് ഗ്രൗണ്ടാണ്. ഇവിടെ വെച്ച് നമ്മൾ നമ്മുടെ ഫൈറ്റ് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ബാറ്റിൽ ഫീൽഡിൽ അതങ്ങനെയല്ല. അവർ ഒരു വട്ടമല്ല, അവർ പലതവണ ഒരുമിച്ച് സ്ട്രൈക്ക് ചെയ്യുന്നതാണ്. അല്ല, ഈ ട്രെയിനിങ് ഡിവൈസസിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ റൂം ഫുള്ള് കുറേ ഡെക്കറേഷൻസ് ഉണ്ടല്ലോ, അതിനെന്തെങ്കിലും
പേടിക്കേണ്ട സുഹൃത്തെ, നിന്റെ സുഹൃത്ത് അതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ റൂമിലിരിക്കുന്ന എല്ലാ വീടുള്ള പ്ലേറ്റ്സും അതെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും മാന ഔട്ട്പുട്ട് പുറത്തേക്ക് വലിച്ചെടുക്കുവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരും റെക്കോർഡ് ചെയ്യാനും മെഷർ ചെയ്യാനും പറ്റുമെന്ന് പറഞ്ഞിട്ട് അവൾ കിടന്ന് പൊട്ടിച്ചിരിക്കുവാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ ഡിസ്കിനും നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന ഇമ്പാക്റ്റും ഫോഴ്സും എല്ലാം തന്നെ തരംതിരിക്കാനായിട്ട് പറ്റും. ആൻഡ് അത് യൂസ് ചെയ്ത് നിങ്ങളുടെ മെഷർ ഫോഴ്സ് പെർ യൂണിറ്റ് എനിക്ക് കണ്ടെത്താൻ സാധിക്കും. അത് FPU. ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ ക്ലോയിങ് ചെയിൻസും അതുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് നിങ്ങൾ ഒരു സ്ഥലത്ത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു FPU എല്ലായിടത്തേക്കും ഒരേപോലെ പോകുന്നതാണ്. അപ്പോൾ ആർത്തർ ചോദിക്കുന്നുണ്ട്, അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ ഒരു ഫയർ ബേസ്ഡ് അറ്റാക്ക് നമ്മുടെ ബഹനിൻ്റെ നേരെ ചെയ്തെന്ന് ഓർത്തോ, പക്ഷേ പുള്ളിക്കാരൻ അത് ബ്ലോക്ക് ചെയ്ത് അതപ്പോൾ മെഷർ ചെയ്യപ്പെടുവോ? നിന്നെ നല്ല ഡിസ്കവറി കൊള്ളാം. ഞാനും ഇതിനെപ്പറ്റി ആദ്യം ചിന്തിച്ചിരുന്നു. ഈ വിൻ ബേസ്ഡ് അറ്റാക്ക് ഭയങ്കര പാടാണ് ആക്യുറേറ്റ് ചെയ്യാനായിട്ട്. സോ നമ്മൾ അങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നിടത്ത് അതിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ റൂം ഫുള്ളി ഞാനത് യൂസ് ചെയ്തു. അതായത് നിങ്ങൾ നിൽക്കുന്ന ഈ ഫ്ലോർ വരെ ഞാൻ കംപ്ലീറ്റ്ലി അതുകൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ എവിടെ നിന്നെങ്കിലും എനിക്കത് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നീ ബേസിക്കലി പറഞ്ഞു വരുന്നത് ഈ റൂം കവർ ചെയ്തിരിക്കുന്ന പല പല ഡിസ്കിലാണ്. ആൻഡ് ആ ഡിസ്ക് എല്ലാം തന്നെ ഞങ്ങളുടെ മാനസൊക്കെ മെഷർ ചെയ്യും എന്നാണ്. കഴിഞ്ഞ 6 മാസത്തെ എൻ്റെ വർക്ക് നിനക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ തന്നെ പറയാൻ പറ്റൂ. നീ വെറുതെ ഇതാകണ്ട. സത്യം പറഞ്ഞാൽ ഞാൻ ശരിക്കും ഇമ്പ്രസ്ഡ് ആണ്. ഇവിടെയുള്ള ഈ ടെക്നോളജി വെച്ചുകൊണ്ട് നീ ശരിക്കും ഇതൊക്കെ കണ്ടുപിടിച്ചില്ലേ? ആൻഡ് നമ്മുടെ മേസും നീ കാരണം ഇനി ഫാസ്റ്റായിട്ട് വളരും. അല്ല അപ്പോൾ എൻ്റെ ആർമറിനെ പറ്റിയോ? അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നിന്റെ ശരീരത്തിലുള്ള മാന ഫ്ലോ കംപ്ലീറ്റ്ലി കിട്ടാനായിട്ടാണ്. അത് പർട്ടിക്കുലർ ഒരു ഇൻഡിവിജ്വലാണ് ഫോക്കസ് ചെയ്തത്. ആ ഡിസ്കൊക്കെ കംപ്ലീറ്റ്ലി അപ്ഗ്രേഡഡ് ആണ്. അത് മാത്രമല്ല ആ ഡിസ്കിന്റെ സഹായത്തോടുകൂടി എമിറിയൊക്കെ പുള്ളിക്കാരുടെ എബിലിറ്റി യൂസ് ചെയ്ത് നിന്നെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ആർമറിന്റെ അസിസ്റ്റൻസോടുകൂടി എനിക്ക് എല്ലാ റീഡിങ്സും ആക്യുറേറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റും. എമിലി എന്തായാലും അവളുടെ ഇൻവെൻഷനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ജനറൽ ആർത്തർ, താങ്കൾക്ക് സ്യൂട്ടിനെക്കാട്ട് ഉപരി എൻ്റെ എബിലിറ്റിനെ പറ്റിയാണ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി. എനിക്ക് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എങ്കിൽ അതൊന്ന് പറയോ, നിന്റെ എബിലിറ്റി എന്തുവാണ്? ഒരാളുമായിട്ട് ഞാനൊരു ഫിസിക്കൽ കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവരുടെ നാച്ചുറൽ ഔട്ട്ഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് അവരുടെ മാന ഫ്ലോ കംപ്ലീറ്റ്ലി ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫിസിക്കൽ കണക്ഷൻ വേണം. അല്ല അപ്പോൾ പറഞ്ഞു വരുന്നത് നീ ഒരു ഡീവിയൻ്റ് അല്ല നേച്ചർ മാജിക് ആണെന്നാണോ? സത്യം പറഞ്ഞാൽ എൻ്റെ എബിലിറ്റിനെ പറ്റി എനിക്ക് പറഞ്ഞുകൂടാ. ഇത് പതുക്കെ ഇവോൾവ് ആയതാണ്. സോ ഈ ഒരു എബിലിറ്റി ഞാൻ പർട്ടിക്കുലർലി എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിൽ സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിച്ചു. ആൻഡ് എന്തൊക്കെ വന്നാലും ഇത് പ്രൂവൺ ചെയ്തിട്ടുണ്ട്. കാര്യം ബാക്കിയുള്ള ലാൻഡ്സും ഈ എബിലിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ് മുന്നേറിയത്. അപ്പോൾ നീ ഒരു സെൻസറി ടൈപ്പ് മാജിക് ആണോ? അപ്പോൾ നീ ജനറൽ ആർത്തറിൻ്റെ മേത്ത് യൂസ് ചെയ്തത്? ഈ ഒരു ഡിവൈസ് എനിക്ക് വാട്സൺ കൈമാറിയതാണ്. ആൻഡ് ഇത് യൂസ് ചെയ്തുകൊണ്ട് എനിക്ക് ആക്യുറേറ്റ്ലി ജനറൽ ആർത്തറിന്റെ റേറ്റ് ഓഫ് മാന ഫ്ലോ കംപ്ലീറ്റ്ലി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. മാനക്കോറിലെ മാനിപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ 0.46 സെക്കൻഡ്സ് വരെയാണ് ഒരു ബോഡി അജ്യൂമിനേഷനിൽ നിൽക്കാറ്. ആ സമയത്ത് ജനറൽ ആർത്തറിന്റെ 40% ഇൻക്രീസ് ആയത് വിൻഡ് ആർട്ടിബ്യൂട്ടിലാണ്. ആൻഡ് 55% കൂടിയത് എർത്ത് ആർട്ടിബ്യൂട്ടിലാണ്. അതേപോലെ തന്നെ കമ്പൈൻ ചെയ്യുന്ന നേരത്ത് ഐസും ലൈറ്റിങ്ങും ബാക്കിയുള്ള ആർട്ടിബ്യൂട്ടും അതേപോലെ തന്നെ കൂടാറുണ്ട്. പിന്നെ ഫയറും വാട്ടറും അദ്ദേഹം അധികം യൂസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കത് കംപ്ലീറ്റ്ലി റീഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും യൂസ്ഫുൾ ആയുള്ള ഒരു യൂസ്ലെസ് ടൂൾ കണ്ടിട്ടേ ഇല്ല. യൂസ്ലെസ് ടൂൾ എന്നോ, അത് യൂസ് ചെയ്ത് നിന്റെ ഫാറ്റ് വരെ കണ്ടെത്താൻ സാധിക്കും നിന്റെ കുഞ്ഞു ശരീരത്തിൽ. നീ എൻ്റെ നേരെ വരണ്ട കേട്ടാ. അല്ല ഇവർ സത്യം പറഞ്ഞാൽ ഫ്രണ്ട്സ് ആണോ അത് എനിമീസ് ആണോ ഒന്നും മനസ്സിലാകുന്നില്ല. ഏത് നേരം എന്തെങ്കിലും പറഞ്ഞ് കൂട്ടിമുട്ടിക്കൊണ്ടിരിക്കുവാണ്. മിസ്റ്റർ വാട്സൺ, എനിക്കെന്തായാലും ഒരു ബർഡൻ ആകാൻ ഒരു താല്പര്യമില്ല. ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞാൽ മാത്രം മതി. ഒരു കുഴപ്പമില്ല. താങ്കൾ എന്തായാലും സ്ട്രെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇതെന്തായാലും ഒരു ഹാഫ് ഇൻഷുള്ള പ്രോട്ടോടൈപ്സ് ആണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ല അവനെന്താണ് ഈ പറയുന്നത്? പെട്ടെന്നാണ് അതിൽ ഒന്നും ഞെട്ടിയത്. ഞാൻ അവളുടെ തൊട്ടടുത്തെത്തിയില്ലേ. എല്ലാവർ ക്യാമസ് ചോദിച്ചത് ഈ മൾട്ടിപ്പിൾ ആൾക്കാരുടെ റീഡിങ്സ് ഒക്കെ എടുക്കുന്നത് പോസിബിൾ ആണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ്. അല്ല നിസ്, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഞാൻ എൻ്റെ റിലം ഹാർട്ട് എൻ്റെ ഹെയർസും കളേഴ്സൊക്കെ ചേഞ്ച് ആയില്ലേ? ആ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? കൃത്യമായി പറയാനാണെങ്കിൽ 5 മടങ്ങോളം താങ്കളുടെ പവേഴ്സും എലമെന്റ്സും സ്ട്രക്ചേഴ്സും എല്ലാം കൂടിയിരുന്നു. ആൻഡ് പിന്നെ എന്ത്? ജനറൽ ആർത്തർ, എന്നോട് ക്ഷമിക്കണം. സത്യം പറയാനാണെങ്കിൽ താങ്കളുടെ ആ ഫോമിൽ വെച്ചുകൊണ്ട് എനിക്ക് താങ്കളുടെ അജ്യൂമിനേഷൻ പ്രോപ്പർലി മെഷർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. നോർമലി എല്ലാ ലാൻഡ്സിന്റെ അതേ സ്പീഡ് തന്നെയായിരുന്നു താങ്കൾ നോർമലി നിന്നുള്ള അജ്യൂമിനേഷൻ സ്പീഡ്. പക്ഷേ താങ്കൾ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞ് അത് ശരിക്കും ഫാസ്റ്റായി മാറി. ഈവൻ എനിക്ക് പോലും അത് മെഷർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ആൻഡ് ഇത് കേട്ടപ്പോൾ ആർത്തർ ശരിക്കും ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് അന്നേ ദിവസം വൈകുന്നേരമായി അവിടെ കുറച്ച് പിള്ളേർ ഓടിച്ചാടി നടപ്പുണ്ടായിരുന്നു. അങ്ങനെയാണല്ലേ. കർട്ടസ് ഇപ്പോൾ ലാൻസറിലെ ഒരു ടീച്ചറായി മാറിയല്ലേ? അതെ, അവനെന്തായാലും ഇപ്പം നന്നായിട്ട് എല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. കാര്യം ഇപ്പോഴാണല്ലോ അച്ഛൻ അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കിയത്. ഇപ്പം എന്തായാലും സൂപ്പർവിഷനും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം നീ ശരിക്കും ലക്കി ആയിരിക്കുമല്ലേ? ഞാൻ ലക്കിയെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇത്ര സ്ട്രോങ് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഫ്രീഡം എനിക്ക് കിട്ടിയത്. പക്ഷേ എൻ്റെ അച്ഛൻ ഇപ്പോഴും ഒരു കൊച്ചു പ്രിൻസസ് ആയിട്ടാണ് എന്നെ കാണുന്നത്. അതെന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരുടെയും കാര്യം അങ്ങനെയല്ലേ? എല്ലാവരുടെയും കാര്യം അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു പാർട്ടിസിപ്പേഷന് വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് നിനക്ക് അല്ല. അപ്പോൾ നീ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടേക്ക് വന്നത്? ഒരിക്കലും അല്ല. ഇത് എൻ്റെ ബെനിഫിറ്റിന് മാത്രമല്ല. ഞാൻ പിന്നെ എൻ്റെ സ്റ്റഡീസും നിന്നെ ട്രെയിൻ ചെയ്യാനും
ആ സമയത്ത് തന്നെ ക്യാതിൽ ഒന്നും മിണ്ടാതെ മുന്നിലേക്ക് പോകുന്നുണ്ട്. അല്ലെങ്കിൽ ക്യാതിലിന് എപ്പോഴും ഇങ്ങനെയാണ്, എല്ലാം അവളുടെ ഉള്ളിൽ തന്നെ വെക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ അവൾ ശരിക്കും മാറിയിട്ടുണ്ട്. പഴയ പോലെയൊന്നുമല്ല. അവളുടെ ഒരു അരങ്ങിൻ്റെ ആറ്റിറ്റ്യൂഡും നോബിളിൻ്റെ ആറ്റിറ്റ്യൂഡും എല്ലാം മാറിയിട്ടുണ്ട്. അല്ല ആർത്തർ, എല്ലാം ഓക്കെ അല്ലേ? എന്തെങ്കിലും പറ്റിയോ? കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും ചില കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു. അല്ല, നിന്റെ ഫുഡ് സ്റ്റെപ്പൊക്കെ ഭയങ്കര ക്വയറ്റാണ്. സത്യം പറഞ്ഞാൽ നിന്റെ പുറകിലുണ്ടെന്ന് പോലും എനിക്ക് തോന്നാറില്ല. അത് തന്നെയല്ലേ എനിക്ക് താങ്കളോടും പറയാനുള്ളത്. താങ്കൾ എപ്പോഴും അങ്ങനെയല്ല പോകുന്നത്. ലൈക്ക് ഞാൻ നടക്കാൻ നേരത്ത് ഫ്ലോറിന് വേദനിക്കാൻ പാടില്ല, അങ്ങനെയല്ലേ താങ്കൾ മുന്നോട്ട് നടക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല. സ്ട്രിക്റ്റ് ആയ രീതിയിൽ എനിക്ക് മുന്നോട്ട് പോയാലേ പറ്റത്തുള്ളൂ. അങ്ങനെയല്ലേ ഞാൻ വളർന്നു വന്നത്. കാർട്ടേഴ്സും ഞാനും ഏകദേശം അതുപോലെയായിരുന്നു. റോയൽ ഫാമിലിയുടെ പലതരം ലെസൺസും ഞങ്ങൾ എടുക്കേണ്ടി പോന്നിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ദിവസം അമ്മ എലീനയും കൊണ്ടുപോയിരുന്നു. പക്ഷേ അവൾ കുഞ്ഞായിരുന്നപ്പോൾ. എന്നാൽ അവൾ തിരിച്ചു വന്ന് കാണിച്ചു കൂട്ടിയതൊന്നും ഓർക്കാൻ പോലും പറ്റുന്നില്ല. എലിനിയോർന്നല്ലേ നിന്റെ സിസ്റ്ററിന്റെ പേര്? അതെ, ഞങ്ങൾ എലീന്നാണ് വിളിക്കുന്നത്. അല്ല, നീ അവളെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടൊക്കെ ഉണ്ട്. എന്തായാലും ഇനി കാണുന്നത് ഞാൻ എന്തായാലും പ്രോപ്പർലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും പരസ്പരം കണ്ടുമുട്ടാമല്ലോ. അതെന്തായാലും നന്നായി. എനിക്കും ആഗ്രഹമുണ്ട്. അല്ല, ഇവിടേക്ക് വന്നതിന് ശേഷം നീ ആരെങ്കിലുമായിട്ട് പരിചയപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരമായിട്ട് പരിചയപ്പെട്ടില്ല. എല്ലാവരും കാണുന്ന മുഖം തന്നെയല്ലേ? അങ്ങനെയാണോ? അപ്പോൾ അതിൻ്റെ ഗാർഡിയനോ? ഹെസ്റ്റർ? ഞാൻ അവൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അങ്ങനെയല്ല, ഹെസ്റ്ററിനും എൻ്റെ കൂടെ എല്ലായിടത്തും വരാൻ പറ്റത്തില്ലല്ലോ, സ്കൂളിലൊക്കെ പോകുന്നിടത്ത്. പിന്നെ ഓൾമോസ്റ്റ് എൻ്റെ ലൈഫ് ഫുള്ള് ഹെസ്റ്റർ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നിൻ്റെ കൂടെ തന്നെയോ? അങ്ങനെയാണല്ലേ. അല്ല, പുള്ളിക്കാരിക്ക് പേഴ്സണലി വഹണിനെ അറിയാമായിരുന്നോ? 3 പേർക്കും പരസ്പരം. എന്ത്, 3 പേർക്കോ? അതെ, ലൈക്ക് നേരത്തെ ആ ഹ്യൂമൻസും എൽസുള്ള വാറിൻ്റെ അത് അവർ 3 പേരും ക്രൂഷ്യലുള്ള റോൾ വഹിച്ചിരുന്നു. അവിടെ വെച്ചാണ് എൽഡർ ഹെസ്റ്ററും എൽഡർ ബഹറും കൂടെ കണ്ടുമുട്ടുന്നത്. ഡോബ്സിന്റെ ഭാഗത്തുനിന്നുള്ള സഹായം എല്ലാവരും സാപ്പിയൻസിന് കിട്ടുന്നുണ്ടായിരുന്നല്ലോ. ഈവൻ യുദ്ധം കഴിഞ്ഞിട്ടും അവർ 3 പേരും ഒറ്റ കമ്പനിയായിട്ട് തന്നെ നടന്നിരുന്നു. ഹെസ്റ്റർ എപ്പോഴും അവരെ പറ്റി പറയാറുണ്ട്. അവരുടെ പേരും എല്ലാ സമയത്തും പറയാറുണ്ടായിരുന്നു. വെറുതെ അല്ല, അവരുടെ കോർഡിനേഷൻ അത്രയും പെർഫെക്റ്റ് ആയിരുന്നത്. അല്ല പ്രിൻസസ്, താങ്കൾ ഒറ്റയ്ക്ക് ഓക്കെ ആയിരിക്കുമോ? കുഴപ്പമൊന്നുമില്ല, എനിക്കെന്തായാലും വലുതായിട്ടൊന്നും പറ്റാൻ പോകുന്നില്ല. എൻ്റെ ഫാദർ എന്തായാലും പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ആ ലോക്കറ്റ് എടുത്ത് കാണിക്കുകയും ചെയ്യും. ഈ സമയത്ത് തന്നെ ആർത്തർ പറഞ്ഞു, ഇതാ ഫീനിക്സ് വേം അല്ലേ? അതെന്തായാലും ശരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നീ ഒറ്റ നോട്ടത്തിൽ ഇത് മനസ്സിലാക്കിയോ? ഞാൻ ശരിക്കും ഇംപ്രസ്ഡ് ആണ്. ആർട്ടിഫൈസർ ഗ്രിഡിയനാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ ഫീനിക്സ് വേംസ് ഒക്കെ കൊണ്ട്. എന്തായാലും നീ എസ്കോർട്ട് ചെയ്തതിൽ നന്ദി. ഹെസ്റ്റർ എന്തായാലും നോർമലി ഇങ്ങനെ ചെയ്യാറില്ല. കുഴപ്പമൊന്നുമില്ല, അവരെന്തായാലും ബാക്കിയുള്ള പരിപാടി ഇങ്ങനെ നിൽക്കുകയല്ലേ. എന്തായാലും നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. ട്രെയിനിങ്ങിൽ നീ ഇനി എന്നെ സഹായിക്കണം കേട്ടോ. ഈ സമയത്ത് ഇതെല്ലാം കേൾക്കാനടുത്ത് ക്യാതിലും ശരിക്കും ഹാപ്പിയായി. തീർച്ചയായും അടുത്ത ട്രെയിനിങ് നീ എന്നെ വിളിച്ചാൽ മാത്രം മതി. നമുക്ക് എന്തായാലും ഒരുമിച്ച് ട്രെയിൻ ചെയ്ത് ഒരുമിച്ച് സ്ട്രോങ്ങറായി മാറാം. ഈ സമയത്ത് ഗുഡ് നൈറ്റും പറഞ്ഞുകൊണ്ട് ആർത്തർ പോവുകയും ചെയ്യും. ക്യാതിലിന് ഒരു സൈഡിൽ നിന്നുകൊണ്ട് പതുക്കെ ആർത്തറിന് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അവിടെ താഴത്തെ ആ ഒരു ജയിലാണ്. ഈ സമയത്ത് തന്നെ ആരൊരാൾ അവിടെ നിന്ന് ബുക്ക് വായിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ അത് മറ്റാരുമില്ല, നമ്മുടെ മിക്കയായിരുന്നു. മിക്ക, നിന്നെ കണ്ടിട്ട് കുറച്ചായല്ലോ. ആർത്തർ, എന്നോട് ക്ഷമിക്ക്, കുറച്ചായി ഞാൻ നിന്നെ കാണണമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് ആർത്തറും അവളും കൂടെ അവിടെ ഇരിക്കുമായിരുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നല്ല കുറ്റബോധമുണ്ട്. കാര്യം ഞാൻ കൂടെ കാരണമല്ലേ അവളിവിടെ ഇരിക്കുന്നത്. അവളുടെ ഫ്രീഡവും എല്ലാം ഞാൻ കാരണമാണ് ഇപ്പം മാറ്റിയിരുത്തിയിരിക്കുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അവളോട് കുറേ നേരം സംസാരിച്ചിരുന്നു. എൻ്റെ ട്രെയിനിങ്ങിനെ പറ്റിയൊക്കെ ഞാൻ അവളോട് പറഞ്ഞു. അവളാട്ടെ എനിക്ക് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞു തന്നു, ഈ ഗ്രാവിറ്റി മാജിക് യൂസ് ചെയ്തുകൊണ്ട്. പക്ഷേ എല്ലാം ഒന്നും തലയിലേക്ക് കയറിയില്ല. എന്തായാലും അധികം നാളൊന്നും എടുക്കത്തില്ല. എൽഡർ വിറിയൻ പുള്ളിക്കാരൻ ടീമോട് എവിഡൻസ് ഒക്കെ ഗ്യാദർ ചെയ്യുന്നുണ്ട്. മിക്കറിയാം, മിക്ക എന്തായാലും വിഷമിക്കുന്നില്ല. മിക്കയ്ക്ക് ആരോടും വലിയ പ്രശ്നമില്ല. പക്ഷേ ആ നാർജ് റേഡിയസ് അവനിതൊക്കെ കാണിക്കുമെന്ന്. പേടിക്കണ്ട, അവനെന്തായാലും നിന്റെ അടുത്തൊന്നുമില്ല. മിക്കയ്ക്ക് എപ്പോഴും ബോറടിക്കാറുണ്ട്. മാജിക്കും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സീനില്ല കേട്ടോ. മിക്ക എന്തായാലും പെട്ടെന്ന് പുറത്തിറങ്ങുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങൾ പുറത്തിറങ്ങുന്നതായിരിക്കും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആർത്തറിന്റെ റൂമാണ്. അവിടെ ഇരുന്നുകൊണ്ട് അവൻ മനസ്സിൽ പറയുകയും ചെയ്യും, ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ആരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. റിയൽ ഹാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും അതേ നേരം എനിക്കത് കൺട്രോൾ ചെയ്യാനും പറ്റത്തില്ല. പെട്ടെന്നാണ് നമ്മുടെ സിൽവി അനങ്ങുന്നത്. നീ എന്നാലും നന്നായിട്ട് ഇറങ്ങിയോ? കുഴപ്പമില്ല, എനിക്കിനി മര്യാദക്കൊന്ന് അനങ്ങാനെങ്കിലും സാധിക്കുമല്ലോ. അല്ല, ഈ ഹോൺസ് അതിൻ്റെ ഉള്ളിൽ ശരിക്കും നല്ല വാസ്റ്റായിട്ടുള്ള മാനേഴ്സ് ഇല്ലേ? പക്ഷേ സേഫാണോ? ആ ഒരു സിന്ധിനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ആശ്വാസം എന്തായാലും ഈ യുദ്ധത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ സീരിയസ്, അവൾക്ക് എന്നെ കൊല്ലാൻ സാധിക്കുമായിരുന്നു, പക്ഷെ അവൾ ചെയ്തില്ല. അതിനർത്ഥം ഇത് അത്ര വലിയ റിസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പോഴും മനസ്സിലായില്ല, സീരിയസ് അവിടേക്ക് വന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഈവൻ യൂട്ടോനെ പോലും എനിക്ക് ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പേടിക്കണ്ട, നമ്മൾ ഇങ്ങനെയല്ലേ സ്ട്രോങ്ങർ ആകുന്നത്. നമ്മൾ സ്ട്രോങ്ങർ ആകുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ എനിമീസും സ്ട്രോങ്ങർ ആകുന്നുണ്ട്. ഈ ഹോൺസ് യൂസ് ചെയ്ത് നിനക്ക് സ്ട്രോങ്ങർ ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിനക്ക് വൈറ്റ് കോർ ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്തായാലും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കുഴപ്പമില്ല, എന്തായാലും ഇതൊരെണ്ണം എനിക്ക് മതി, ഇത് നീ വെച്ചോ. പക്ഷേ ലോർഡ് ഇന്ദ്രത്ത് പറഞ്ഞ ഓർമ്മയില്ല, നീ ഇപ്പോഴും അവേക്കണിങ് പ്രോസസ്സ് തന്നെയാണുള്ളത്. നിനക്ക് ശരിക്കും മാൻ ആവശ്യമുണ്ട്. നീ ഇപ്പോൾ യൂസ് ചെയ്യുന്നോ ആംബിയൻ മാൻ ചെയ്യുകയാണ്. പക്ഷേ അത് കാരണം നിനക്ക് ഉറക്കം വരാറുണ്ട്. തൽക്കാലം യൂട്ടോടെ ഈ മാന എക്സ്ട്രാ ചെയ്യാനായിട്ട് നോക്ക്. അത് നിന്റെ പ്രോസസ്സ് ശരിക്കും ഫാസ്റ്റർ ആക്കുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ നിന്റെ ഒരു അവേക്കൺ ഞാൻ ശരിക്കും ഫോഴ്സ് ചെയ്യണമെന്ന് എനിക്കറിയാം.
പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്. നീ ഒരു ഫുള്ളി അവേക്കണായി കഴിഞ്ഞാൽ എനിക്ക് നിന്നെ പഴയ പോലെ അസിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലേ? ശരിയാണ്, എനിക്കും സ്ട്രോങ്ങർ ആണെന്നുണ്ട്. പക്ഷേ ഞാൻ സ്ട്രോങ്ങർ ആയി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പാത്തിരിക്കേണ്ടി വരും. സെൽവി, കഴിഞ്ഞ രാത്രി നീ ഓൾമോസ്റ്റ് മരിക്കാറായിരുന്നു. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് പാടാണതൊക്കെ. എനിക്ക് നിന്റെ കൂടെ ഇങ്ങനെ ഇരിക്കാനാണ് താല്പര്യം കൂടുതൽ. എനിക്കും അത് തന്നെയാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആസ്റ്ററും സിൽവിയും ഒരേപോലെ അവിടെ ഇരുന്ന് മെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. കുറച്ചധികം മണിക്കൂറായി ഞാൻ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷേ ഒരു തുള്ളി മാന പോലും എനിക്കതിനകത്ത് എക്സ്ട്രാ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. എനിക്കൊന്നും ഫീൽ ചെയ്യാനും പറ്റുന്നില്ല. സിൽവി എന്തോ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ആർത്തർ, ഫോക്കസ് ചെയ്, ഡീപ്പുള്ള ബ്രീത്ത് എടുക്കുന്നു പറഞ്ഞിട്ട് അവൻ പെട്ടെന്നായിരുന്നു അതിനെന്തോന്ന് കണ്ടുപിടിക്കുന്നത്. അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ കൈ പൊള്ളി അവൻ നേരെ താഴത്തേക്ക് ഇടുന്നുണ്ട്. നന്നായിട്ട് കഥക്കുന്നുണ്ടായിരുന്നു. അതെന്റെ കോറല്ലേ? കോപ്പെന്ന് പറഞ്ഞിട്ട് ആ നേരെ താഴത്തേക്ക് കിടക്കും. ഇത് ശരിക്കും അനോയിങ് ആണ്. എനിക്കൊട്ടും ഇത് ഇഷ്ടപ്പെടുന്നില്ല. എന്ത് പണ്ടാരം വെപ്പണാണ് ഇത്. എന്തായാലും വേർത്തായാൽ മതിയായിരുന്നു പറഞ്ഞിട്ട് അവനവിടെ കിടന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.